ഇപ്പോൾ അങ്ങനെ ഒരു റീൽസ് ചിത്രീകരണത്തിനിടെ ഒരു യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. അത് കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചു. വടകര കടമേരി സ്വദേശി TK ആൽവിനാണ് മരിച്ചത്. നടു റോഡിൽ വെച്ച് 2 വാഹനങ്ങൾ തമ്മിലുള്ള ചേസിംഗ് ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു അപകടം. രാഹുൽ KV ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. രാഹുൽ, നിരത്തുകളിൽ ജീവൻ പൊലിയുന്ന വാർത്ത നമ്മൾ കുറേ ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അശ്രദ്ധമായി ഒരു റീൽസ് എടുത്ത് അപകടം വരുത്തിവെച്ചിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? തീർച്ചയായും ദാരുണമായ ഒരു അപകടം തന്നെയാണ്. ഈ റീൽസ് ചിത്രീകരിക്കുക, അതായത് ഈ റോഡിലൂടെ 2 കാറുകൾ തമ്മിലുള്ള ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുകയാണ്. ബീച്ച് റോഡിൽ വെള്ളൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് രാവിലെ 7:30 കൂടിയാണ് യുവാക്കൾ ചേർന്ന് റീൽസ് ചിത്രീകരിച്ചിരുന്നത്. അപകടം സംഭവിച്ച കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കാനുണ്ടായത്. പക്ഷെ 11:30 മരണം സംഭവിച്ചു എന്നതാണ്. ഇവർ ചിത്രീകരിച്ചത് 2 കാറുകൾ തമ്മിലുള്ള ചേസിംഗ് രംഗങ്ങളാണ്. ഇതിൽ വീഡിയോ ചെയ്യുകയാണ് TK ആൽവിൻ ചെയ്തിരുന്നത്. റോഡിന് നടുവിൽ ആൽവിൻ നിൽക്കുന്നു. 2 ഭാഗത്തു കൂടിയും കാറുകൾ ഇങ്ങനെ ചേസ് ചെയ്ത് കടന്നു പോകുന്നത് ചിത്രീകരിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഇതിലൊരു കാറ് ആൽവിൻ ദേഹത്തേക്ക് പാഞ്ഞു കയറുകയാണ് ഉണ്ടായത്. നെഞ്ചിന് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. ഒപ്പം ഉണ്ടായിരുന്നവർ ചേർന്നാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ 11:30 മരണം സംഭവിക്കുകയും ചെയ്തു. വെള്ളയിൽ പോലീസ് ഏതായാലും കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. നിരത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ്. വാഹനങ്ങളുടെ അമിതവേഗം കൊണ്ടും അശ്രദ്ധമായ ഡ്രൈവിംഗ് ഒക്കെ കൊണ്ട് തന്നെ. ശരിയാണ് രാഹുൽ, തുടരുക. ഞാൻ അനൂപ് ദാസിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അനൂപ്, നോക്കൂ, നിരത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്, അതും അശ്രദ്ധമായ റീൽസ് ചിത്രീകരണത്തിനിടെ. 2 കാറുകളുടെ ചേസിംഗ് ചിത്രീകരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഈ ഒപ്പമുണ്ട് ഇവരുടെ അതേ സംഘത്തിലുള്ള കാർ ഇടിച്ചാണ് ഈ യുവാവിന് ദാരുണമായ മരണം സംഭവിച്ചത്, അല്ലേ? അതെ, ഈ 2 കാറുകളാണ്. 2 കാറുകളുടെ ഒരു മത്സര ഓട്ടമായിരുന്നു ഈ റോഡിൽ ഇന്ന് രാവിലെ നടന്നത്. 7:30 കൂടിയാണ് സംഭവം ഉണ്ടായത്. ഈ റോഡിലൂടെ മത്സര ഓട്ടം നടത്തുന്ന കാറുകളുടെ റീൽസിന് വേണ്ടി അതിൻ്റെ ചിത്രീകരണം നടത്തുകയായിരുന്നു ആൽവിന് ഒരു സ്റ്റിക്കറൊക്കെ വിൽക്കുന്ന ഒരു കട നടത്തുകയായിരുന്നു, അല്ലെ കടയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഈ കാറുകൾ റേസിംഗ് നടത്തുന്ന സമയത്ത് അത് ഷൂട്ട് ചെയ്യാൻ ആൽവിനെ വിളിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ കാണുന്ന ഈ ഡിവൈഡറിൽ നിന്നുകൊണ്ട് അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കൂട്ടത്തിൽപ്പെട്ട 2 റേസിംഗ് നടത്തിക്കൊണ്ടിരുന്ന 2 കാറുകളിൽ ഒന്ന് ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിച്ച ശേഷം പൊന്തിപ്പോയ ആൽവിൻ താഴെ വീണു. നട്ടെല്ലിനാണ് പരിക്ക് പറ്റിയത്. പരിക്ക് പറ്റിയ ഉടനെ തന്നെ ഇവിടെ നിന്ന് അധികം അകലെയല്ലാത്ത ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 11:30 കൂടിയാണ് മരണം സംഭവിച്ചത്. ഈ അപകടത്തിനിരയാക്കിയ 2 കാറുകൾ ഇവിടെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. നമ്മൾ ഇപ്പോൾ അല്പസമയത്തിനകം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയും. വലിയ വിലയുള്ള 2 കാറുകളാണ്. ഒന്ന് ഡിഫൻഡർ, ഒപ്പം തന്നെ ഒരു ബെൻസ് കാറാണ്. ഈ കാണുന്ന ഈ പോലീസ് സ്റ്റേഷൻ വളപ്പിലിട്ടിട്ടുള്ള ഈ കാറും വലതുവശത്ത് കാണുന്ന കറുപ്പ് ഡിഫൻഡർ, ഈ 2 കാറുകളാണ് മത്സര ഓട്ടം നടത്തിയത് രാവിലെ. ഇതിൻ്റെ മത്സര ഓട്ടം ഷൂട്ട് ചെയ്യുകയായിരുന്നു. അതിൽ ഈ കാർ ഇടിച്ചാണ് ആൽവിൻ മരണപ്പെട്ടത് എന്ന വിവരമാണ് പ്രാഥമികമായി നമുക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും 2 കാറുകളും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഈ കാറും അതിന് പുറമെ ഈ ഡിഫൻഡർ കാറും. ഈ 2 കാറുകളായിരുന്നു രാവിലെ 7 മണി മുതൽ ഇങ്ങോട്ട് റേസിംഗ് നടത്തിയത്. അതിൻ്റെ നമ്പർ നോക്കിയാൽ നമുക്ക് കാണാം. പുതിയ വണ്ടിയാണ്. ഈ പുതിയ വണ്ടി വെച്ചുകൊണ്ടാണ് രാവിലെ 7 മണി മുതൽ ഇവർ ബീച്ച് റോഡിൽ വെച്ച് വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചുകൊണ്ട് റേസിംഗ് നടത്തിയത്. അത് ചിത്രീകരിക്കാൻ ആൽവിനെ ഏർപ്പാടാക്കുകയായിരുന്നു. അതിദാരുണമായ സംഭവം. സ്വന്തം സംഘത്തിൽപ്പെട്ട ആ കാർ തന്നെ ഇടിച്ചുകൊണ്ട് ആൽവിൻ മരണപ്പെടുകയായിരുന്നു. ഈ കാറാണ് TS9 UN9 എന്ന നമ്പറുള്ള ഈ കാറ്, ബെൻസ് കാർ ഇടിച്ചിട്ടാണ് ആൽവിൻ മരണപ്പെട്ടത് എന്ന വിവരം പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഈ കാർ ഇടിച്ച ശേഷം ഉയർന്നു പൊങ്ങിയ ആൽവിൻ താഴെ വീണു. നട്ടെല്ലാണ് ഇടിച്ചത്. നട്ടെല്ലിന് ഗുരുതരമായ പരിക്കേറ്റു. ഉടനെ തന്നെ ആൽവിനെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിച്ചു. പ്രാഥമികമായ ചികിത്സ നൽകി. പക്ഷേ 11:30 മരണപ്പെടുകയായിരുന്നു. ഈ ബീച്ച് റോഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ചില ആളുകളോടും ഡ്രൈവർമാരോടും എല്ലാം സംസാരിച്ചു. അവർ പറയുന്നത് ബീച്ച് റോഡ് തുടർച്ചയായി റീൽസുകൾ എടുക്കുന്ന ഒരു സ്ഥലമാണ്. റേസിംഗ് കാര്യമായി നടക്കുന്ന സ്ഥലമാണ്. രാവിലെയും പ്രത്യേകിച്ച് ഞായറാഴ്ച വൈകിട്ട്
വലിയ തിരക്കുള്ള സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച രാവിലെ തിരക്ക് കുറഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് കൂടുതലായി ഈ റേസിംഗ് പരിപാടികളും റീൽസ് എടുക്കലും എല്ലാം ഇവിടെ നടക്കുന്നത്. അതിന് പുറമെ ഇന്ന് രാവിലെയും ഇത് കാര്യമായി നടന്നു, ഈ റേസിംഗ് കാര്യമായി നടന്നു. അതാണ് വലിയ അപകടത്തിലേക്ക്, ഒരു 20 വയസ്സുകാരൻ്റെ മരണത്തിലേക്ക്, ദാരുണമായ മരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നത്. തീർച്ചയായും